അപ്പോൾ ഗൈസ് ഇന്നാണ് നമ്മളെ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ. എന്താവും? നമ്മൾ ചങ്ങായുണ്ട് അവനോട് ചോദിച്ചേക്കാം. എന്താ അഭിപ്രായം? ബ്രസീൽ ജയിക്കേണ്ടതാണ്. പക്ഷെ ജപ്പാൻ ഒരു പിടിച്ചേട്ടാൻ പറ്റാത്തൊരു കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഇപ്പോൾ ഒരു നമ്പർ 1 ടീം എന്ന് അറിയാൻ പറ്റുന്നത് ജപ്പാനാണ്. ജപ്പാന്റെ സ്പീഡാണ്, കൗണ്ടർ അറ്റാക്കിലുള്ള സ്പീഡ് ബ്രസീൽ എങ്ങനെ പിടിച്ചു കിട്ടുന്നു എന്നില്ലായിരിക്കും ബ്രസീലിന്റെ വിജയം. ജപ്പാന്റെ കോച്ച് വെല്ലുവിളിച്ചിട്ടുണ്ട്, ബ്രസീലൊന്നും നമുക്കൊരു വിഷയമേ അല്ല, ബ്രസീൽ ലോക്കൽ ടീമാണ്, ബ്രസീൽ നമ്മൾ പൊട്ടിച്ച് കപ്പടിക്കുന്നതാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത്. ബ്രസീൽ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു ടീമാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. കളിയഴക് കൊണ്ടും എല്ലാം ബ്രസീൽ നല്ല ടീം തന്നെയാണ്. നെയ്മർ നേരത്തെ ഇറങ്ങുന്നില്ല കേട്ടോ, നെയ്മർ പഴയ പോലെ തന്നെ പരിക്കിൻ്റെതല്ലേ, പഴയ പോലെ ഇറങ്ങുള്ളൂ, അതിന് കോച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ വെല്ലുവിളിച്ച ടീമുകളെല്ലാം പൊട്ടിയിട്ടുള്ള ചരിത്രം അതാണ് എപ്പോഴും ഉണ്ടായത്. പക്ഷെ ജപ്പാൻ എനിക്ക് ഈ ഒരു ഈ ഏഷ്യൻ ടീമിലോ അല്ലെങ്കിൽ മറ്റുള്ള ടീമിലോ വെച്ച് ജപ്പാൻ ഒരു സംഭവമാണ് അവര്. ജപ്പാൻ ഒരു നല്ല കളിയാണ്, ഏത് ടീമിനെ അട്ടിമറിക്കാൻ മരിച്ച് കളിക്കും. ഭയങ്കര സ്പിരിറ്റാണ്. അവസാന നിമിഷം വരെ അവർക്ക് എത്ര ഗോൾ വീണാലും തളരുക. ചില ടീമെല്ലാം ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബാക്ക് അടിക്കൂലേ, ഇവര് അതില്ല. അവരെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കൗണ്ടർ അറ്റാക്കാ. സ്പീഡും കൗണ്ടർ അറ്റാക്കും. ഇവരല്ലേ കാലിന്റെ ഉള്ളിലോട്ടെല്ലാം പോയിട്ട് ഗോൾ അടിച്ച കളി വരും. അതാ പ്രശ്നം. ഹൈറ്റ് ഇല്ല എന്നൊന്നും നോക്കണ്ട, അവരാ ഓടുന്നവര് നല്ല ഒരേ ഇതിലാ ഓടുന്നത്. സ്പീഡിലാണ് ഇവര് കംപ്ലീറ്റ് പിടിക്കുന്നത്. അത് ബ്രസീലും നല്ല അത്യാവശ്യം സ്പീഡ് കളിക്കുന്ന കളിക്കാർ തന്നെയാണ്. ഇപ്പൊ വിനീഷ്യസ് ഒക്കെ ഫോമിലായിട്ടുണ്ടല്ലോ, അപ്പൊ കളി നല്ലൊരു കളി ഉണ്ടാവും. ഒരു പ്രതീക്ഷ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്മർ ഇറങ്ങിക്കഴിഞ്ഞാൽ വിനീഷ്യസിന് കുറച്ച് ചാൻസ് കിട്ടും, കൂടുതൽ കിട്ടും. നെയ്മറിനെ പിടിക്കാൻ ആളുണ്ടാവും എന്തായാലും. എന്താണ് നിന്റെ പ്രഡിക്ഷൻ? പ്രഡിക്ഷൻ ഒരു ബ്രസീൽ 2-1 ജയിക്കുന്നതാണ്. ഞാനൊരു 3-2 ഞാൻ പ്രതീക്ഷിക്കുന്നത്. 3-2 ബ്രസീൽ ജയിക്കുന്ന വിചാരിക്കുന്നത്. 2 ഗോൾ ജപ്പാൻ അടിക്കുന്ന തന്നെയാണ് എന്റെ പ്രതീക്ഷ. 2 അല്ലെങ്കിൽ 1 അടിക്കും. ജപ്പാൻ എന്തായാലും അടിക്കൂടാ, ജപ്പാൻ അടിക്കും, ഗോൾ അടിക്കും. ഞാൻ ഈ പ്രാവശ്യം ഫൈനലിൽ എത്തുന്നു ഞാൻ ആദ്യമേ പ്രഡിക്റ്റ് ചെയ്ത ടീമാണ് ജപ്പാൻ. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ ടീമിന്റെ ഒപ്പം വന്നോണ്ട് പണി പാളി. ബ്രസീൽ അല്ലായിരുന്നെങ്കിൽ ജപ്പാനെ നമ്മൾ സപ്പോർട്ട് ചെയ്തന്നെ. പിന്നെ എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ച് ഈ കളി ജയിക്കണം, ജയിച്ച് നല്ല കട്ടൊക്കെ ജയിച്ചിട്ട് മുന്നോട്ട് പോയാൽ കപ്പും കൊണ്ടുവരാൻ പറ്റും. അല്ല പിന്നെ ഇവിടുന്ന് തന്നെ നിർത്തുന്നതാ നല്ലത്. അപ്പൊ ഇന്ന് രാത്രി നമ്മളെ പീടിയേക്കുന്ന കളി കാണും. ഇവിടെ ഇന്ന് ആൾക്കാരുടെ പെരുമഴയായിരിക്കും. കാരണം ബ്രസീൽ ടീമിന് തോൽപ്പിക്കാൻ വരുന്ന കുറേ ടീമുണ്ട്. അർജന്റീന ഫാൻസ്, അതുപോലെ ഫ്രാൻസിന്റെ ടീം. ഇന്ന് അർജന്റീനയും ജപ്പാനും കൂടിയാൽ ജർമ്മനിയ ടീംസ് ആയിരിക്കും ഇന്ന് ഫുള്ള് ഇടുക. അപ്പോൾ ഇന്നെങ്ങാനും ബ്രസീൽ തോറ്റിട്ടുണ്ടെങ്കിൽ മക്കളെ നമ്മളെ കാര്യം പോക്കാണ്, ഓടേണ്ടി വരും. പക്ഷെ തോക്കൂല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെ അഞ്ചലോട്ടി ഉണ്ടല്ലോ, അഞ്ചലോട്ടിയുടെ പ്ലാനൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ബ്രസീൽ ഇന്ന് എത്ര ഗോളിന് ജയിക്കും, ബ്രസീൽ ജയിക്കും, ഉറപ്പാണ്. നിങ്ങളെ പ്രഡിക്ഷൻ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ബൈ.